എന്റെ പേര് രാജൻ. ഈ ചെറിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോ ഈ വീട്ടിലുള്ളതൊക്കെ അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല, പക്ഷേ എനിക്കിത് ജീവിക്കാനായിട്ട് വളരെ അത്യാവശ്യമാണ്. ഇപ്പോ നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ, ഇപ്പോ എൻ്റെ കൈകളിൽ 4 വിരലുകളില്ല. ഇതിന്റെ പിന്നിൽ ഒരു സംഭവമുണ്ട്. ആ സംഭവം നടന്ന ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസം തന്നെയാണത്. ഭയങ്കരമായ ഇരുട്ടുള്ള ഒരു ദിവസമായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ 2006 ഡിസംബർ മാസം. ഞാൻ ആ സമയത്ത് വളരെയധികം വിഷമത്തോടെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അന്നൊരു വാടക വീട്ടിലായിരുന്നു താമസം. അതുപോലെ ജോലിയുടെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു മാർഗമില്ലാതെ വന്നപ്പോൾ ഒരു ട്രാൻസ്പോർട്ടിൽ ട്രക്ക് ലോഡ് ചെയ്യുന്ന ജോലി ഞാൻ ഏറ്റെടുത്തു. ആ സ്ഥലത്ത് ട്രക്കുകളൊക്കെ രാത്രിയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഞാൻ ലോഡിങ് ചെയ്ത് കഴിയുമ്പോഴേക്കും എല്ലാ ദിവസവും രാത്രി ഏകദേശം 12 മണിയെങ്കിലും ആകുമായിരുന്നു. അന്ന് രാത്രിയും ഞാൻ വളരെയധികം ക്ഷീണിച്ചിട്ടായിരുന്നു വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. റോഡ് ശരിക്കും വിജനമായിരുന്നു. കാരണം അതൊരു മഞ്ഞുകാലമായിരുന്നു. അതുപോലെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ റോഡിൽ ഒരു കാഴ്ച കണ്ടത്. അതെന്താന്ന് വെച്ചാൽ, ആ റോഡരികിൽ ഒരു മരത്തിന് ചുവട്ടിലായിട്ട് ഒരു വൃദ്ധൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 3 വർഷങ്ങളായിട്ട് നീ കഠിനമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാലും ദാരിദ്ര്യം നിന്നെ വിട്ട് ഇതുവരെയായിട്ടും മാറിയിട്ടില്ല. അതാണ് സത്യം. അത് കേൾക്കാതെ ഞാൻ നടന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അയാൾ എന്നെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം വാസ്തവമുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഒരു നിമിഷം അവിടെ നിന്നു. എന്നിട്ട് തിരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പൂപ്പ, താങ്കൾ ഇതുവരെ പറഞ്ഞതൊക്കെ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളല്ലേ? നിന്റെ പേര് രാജൻ എന്നാണ്, പക്ഷേ നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഭിക്ഷക്കാരെക്കാളും വളരെ താഴ്ന്ന നിലയിലാണ്. അപ്പോൾ എനിക്ക് തോന്നി, ഈ വൃദ്ധനായ മനുഷ്യന് എന്തോ ദിവ്യശക്തിയുണ്ടെന്ന്. ഇദ്ദേഹം ശരിക്കും ഒരു ജ്ഞാനിയായിരിക്കാം. എൻ്റെ പേരും എൻ്റെ ജീവിതത്തെക്കുറിച്ചും എല്ലാം ഇദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. നമസ്കാരം അപ്പൂപ്പ. അദ്ദേഹത്തിനോട് നമസ്കാരം പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തറയിലിരുന്നു. അപ്പൂപ്പ, എന്നെപ്പറ്റി ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ അങ്ങേക്ക് ഇതും കൂടി അറിയാൻ പറ്റുമല്ലോ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിജയം നേടുകയും ഒരുപാട് കാര്യങ്ങൾ സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. രാജൻ, നീ ആഗ്രഹിക്കുന്ന എന്തോ അത് ഉറപ്പായിട്ടും നടന്നിരിക്കും. അതിനു വേണ്ടിയിട്ട് നീ എനിക്കൊരു പൂജ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സഹായങ്ങൾ ചെയ്തു തരേണ്ടതായിട്ട് വരും. അതെന്ത് പൂജയാണ് അപ്പൂപ്പ? നാളെ രാത്രി കൃത്യം 12 മണിക്ക് പൂർണ്ണ നിലാവ് ഉദിക്കുന്ന സമയത്ത് നീ എവിടെയാണെങ്കിലും ശരി, നീ എന്നെ ചുടുകാട്ടിൽ വന്ന് കണ്ടേ മതിയാവും. അവിടെ വന്ന് നീ എന്ത് ചെയ്യണമെന്ന് നാളെ നമ്മൾ നേരിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇത്രയും പറഞ്ഞിട്ട് ആ അപ്പൂപ്പൻ തന്റെ കണ്ണുകളടച്ച് ധ്യാനത്തിലേക്ക് പോയി. അദ്ദേഹം എന്തൊക്കെയോ മന്ത്രങ്ങളും ചൊല്ലുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് അവിടെ നിന്ന് എൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. പിറ്റേ ദിവസം രാത്രിയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ 12 മണിക്ക് ഞാൻ ചുടുകാട്ടിലേക്ക് ചെന്നു. അപ്പോൾ അദ്ദേഹം അവിടെ തറയിൽ ചമ്രം പടഞ്ഞിരുന്ന് മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ നമസ്കരിച്ചു. അപ്പോൾ അദ്ദേഹം കണ്ണുകൾ തുറന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് തന്നെ പറഞ്ഞാലും. അപ്പോൾ അദ്ദേഹത്തിന് മുന്നിലായി തറയിൽ ഒരു പാത്രം ഇരിക്കുന്നത് കണ്ടു. അതിനകത്ത് എന്തായിരുന്നുവെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അത് ഒരു കറുപ്പ് തുണി കൊണ്ട് മൂടിയിട്ടിരിക്കുകയായിരുന്നു. ഓം മാർഗ്ഗദേവായ നമഃ. ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് കയ്യിൽ ഈ പാത്രം എടുത്തോളൂ. അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ മന്ത്രം ചൊല്ലിക്കൊണ്ട് ആ പാത്രം എടുത്തു. ഓം മാർഗ്ഗദേവായ നമഃ, ഓം മാർഗ്ഗദേവായ നമഃ, ഓം മാർഗ്ഗദേവായ നമഃ. ഇവിടെ നിന്നും വടക്ക് ദിക്ക് ലക്ഷ്യമാക്കി നടക്കൂ. ഏകദേശം 250 അടി നടന്നതിന് ശേഷം നിനക്ക് അവിടെ ഒരു ചുടുകാട് കാണാൻ സാധിക്കും. നീ ആ ചുടുകാടിനുള്ളിൽ പ്രവേശിക്കണം. അവിടെ ഒരു അഘോരി ഇരിക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ ഈ പാത്രം കൊടുക്കണം. അദ്ദേഹം പറഞ്ഞതിന് ശേഷം മാത്രമേ നീ അവിടെ നിന്ന് തിരിച്ചു വരാൻ പാടുള്ളൂ. അങ്ങ് പറയുന്നത് ഞാൻ ചെയ്യാം അപ്പൂപ്പ. പക്ഷേ ഒരു കാര്യം ഓർമ്മയുണ്ടായിരിക്കണം, ഇതുപോലെ ദിവസവും 4 രാത്രി നീ ഇങ്ങനെ തന്നെ ചെയ്യണം. അതിനുശേഷം ആ അഘോരി എന്ത് തന്നെ ചെയ്തെന്ന് പറഞ്ഞാലും നീ ഭയപ്പെടാൻ പാടില്ല. അവിടെ നിന്ന് ഓടിപ്പോകാനും പാടില്ല. അതുപോലെ തന്നെ ചോദ്യങ്ങളൊന്നും ചോദിക്കുകയും ചെയ്യരുത്. ആ സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് വളരെയധികം വിഷമത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സമ്മതിച്ചു. എന്നിട്ട് ഞാൻ ആ പാത്രം കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ദിശയിലേക്ക് നടക്കാൻ തുടങ്ങി. എൻ്റെ കയ്യിലിരുന്ന ആ പാത്രത്തിന് ഏകദേശം 7-8 കിലോ ഭാരമുള്ളതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ മനസ്സിൽ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയായിരുന്നു, ഈ കറുത്ത തുണിക്കടിയിൽ എന്തായിരിക്കും ഉള്ളതെന്ന്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഫുട്ബോളിന് വലുപ്പത്തിലുള്ള എന്തോ ഒന്നായിരിക്കാം ഇതിനടിയിൽ ഉള്ളതെന്ന്.
ഇത് തുറന്നു നോക്കാൻ പലവട്ടം എന്റെ മനസ്സ് പറഞ്ഞു. ആരുമില്ലാതെ വിജനമായി കിടക്കുന്ന റോഡ്, തണുത്ത കാറ്റ്, മൃഗങ്ങളുടെ ശബ്ദം. ഇതൊക്കെ കാരണം ആ റോഡിൽ നിൽക്കാനായിട്ട് എനിക്ക് ഒട്ടും ധൈര്യം വന്നില്ല. അങ്ങനെ അവസാനം ഞാൻ ആ ചുടുകാട്ടിൽ എത്തിച്ചേർന്നു. ഞാൻ അകത്തേക്ക് കടന്നപ്പോൾ അല്പം അകലെയായിട്ട് ഒരു അഘോരി അഗ്നികുണ്ഡത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് എന്തോ പൂജ ചെയ്യുമായിരുന്നു. ഞാൻ പോയി അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് നിന്നു. ഓം മാർക്കദേവായ നമഃ. നമസ്കാരം സ്വാമി. എന്റെ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം പൊടുന്നനെ ശാന്തനായി. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ കണ്ണുകൾ തുറന്നു. അത് ഈ കുഴിയിലേക്ക് വെക്കൂ, എന്നിട്ട് വന്ന് എന്റെ മുന്നിലായി ഇരിക്കൂ. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ആ കുഴി എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. അദ്ദേഹത്തിന്റെ മുന്നിലെ ഹോമകുണ്ഡത്തിനരികിൽ തന്നെയായിരുന്നു ആ കുഴി ഉണ്ടായിരുന്നത്. ഞാൻ ആ പാത്രം ആ കുഴിക്കുള്ളിൽ വെച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുന്നിലായിട്ട് ഇരുന്നു. അദ്ദേഹത്തിന്റെ അരികിൽ കയറിൽ ബന്ധിച്ചിരുന്ന ഒരു പൂവങ്കോഴി ഉണ്ടായിരുന്നു. അരികിലായി ഒരു കത്തിയും. പിന്നെ മന്ത്രം ചെയ്യാനായിട്ട് കുറെ അസ്ഥികളും തലയോട്ടികളും ഞാൻ അവിടെ കണ്ടു. ഓം മാർക്കദേവായ നമഃ. ഞാൻ ഈ മന്ത്രം ചൊല്ലി അവസാനിപ്പിക്കുന്നത് വരെ നീയും എന്റെ കൂടി ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ശരി സ്വാമി. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാനും ആ മന്ത്രങ്ങൾ നിർത്താതെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം ഏകാഗ്രനായി മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തന്റെ കയ്യിലൊരു കത്തിയെടുത്തു. എന്നിട്ട് മറുകൈയിൽ ബന്ധിച്ചു നിർത്തിയിരുന്ന ആ പൂവങ്കോഴിയെയും എടുത്തു. മാർക്കദേവ, എന്റെ ഈ ബലി അങ്ങ് സ്വീകരിച്ചാലും. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ആ പൂവങ്കോഴിയുടെ തല ലക്ഷ്യമാക്കി ആഞ്ഞൊരു വെട്ടുവെട്ടി. അതിനുശേഷം അദ്ദേഹം ആ കോഴിയുടെ ശരീരം അതിശക്തിയായി കഷ്ണം കഷ്ണങ്ങളാക്കി മുറിച്ചുകൊണ്ടേയിരുന്നു. ശരിക്കും ആ കാഴ്ച ഭയാനകമായിരുന്നു. ആ പൂവങ്കോഴിയുടെ മാംസം അദ്ദേഹം പച്ചയ്ക്ക് തിന്നാൻ തുടങ്ങി. ഞാനൊരു സസ്യഭുക്കായിരുന്നു. ഈ കാഴ്ച എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീകരമായിരുന്നു, വെറുപ്പുളവാക്കുന്നതുമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ കോഴിയുടെ പച്ചമാംസം ഭക്ഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിന്നിൽ ഭയങ്കര ഭീകര രൂപികളായ 2 പ്രേതങ്ങൾ ഉയർന്നു വന്നു. ആ പ്രേതങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ബലിയാണ് വേണ്ടത്, ഞങ്ങൾക്ക് ബലിയാണ് വേണ്ടത്. ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ പേടി തോന്നി. നീ കൊണ്ടുവന്ന പാത്രം വെച്ച ആ കുഴിയില്ലേ, അതിപ്പോൾ മണ്ണിട്ട് മൂട്. അത് മുഴുവനും നീ നികത്തണം. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ ആ കുഴി മണ്ണിട്ട് മൂടി. അപ്പോൾ അദ്ദേഹം തന്റെ കയ്യിലിരുന്ന മാംസം ഒരു പാത്രത്തിലേക്ക് ഇട്ടു. നീ ഈ മാംസം ഇരിക്കുന്ന പാത്രം എടുത്തുകൊണ്ട് പോകൂ. എന്നിട്ട് ഇതൊരു കറുത്ത നായ്ക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. ആ നായ ഈ മാംസം മുഴുവനും ഭക്ഷിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് പോയതിന് ശേഷം അവിടെ നിന്ന് നീ ആഗ്രഹിച്ച വസ്തുക്കൾ, അതായത് ധനം ലഭിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകളോട് എനിക്ക് വിശ്വാസം തോന്നിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഈ സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ മാംസം ഇരുന്ന പാത്രം കയ്യിലെടുത്തുകൊണ്ട് ഒരു വിധത്തിൽ ആ സ്ഥലത്ത് നിന്നും ഞാൻ നടക്കാൻ തുടങ്ങി. എന്റെ മനസ്സിൽ വല്ലാതെ പേടി തോന്നിയിരുന്നു. ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയാണ് കണ്ടത്? ശരിക്കും ഭീകരമായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ ആ ചുടുകാട് വിട്ട് പുറത്തെത്തി. എന്നിട്ട് കുറെ ദൂരം നടന്നു. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോ വഴിയിൽ ഒരു കറുത്ത നായ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്നെ കണ്ട ഉടനെ ആ നായ എന്റെ നേരെ കുറിച്ചുകൊണ്ട് ഓടി വന്നു. പേടിച്ചു വിറച്ച ഞാൻ എന്റെ കയ്യിലിരുന്ന പാത്രം താഴേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ ആ നായ തറയിൽ കിടന്ന മാംസം ഭക്ഷിക്കാൻ തുടങ്ങി. ഇനി ഒരിക്കലും ഞാൻ ഇതുപോലത്തെ തെറ്റ് ചെയ്യില്ല. ഞാൻ അറിയാതെ എന്റെ വായിൽ നിന്ന് ഈ വാക്കുകൾ വീണു. അപ്പോഴേക്കും ആ നായ മാംസം മുഴുവൻ കഴിച്ചു കഴിഞ്ഞ് എവിടേക്കോ നടന്നു മറഞ്ഞു. അപ്പോൾ ഞാൻ തറയിൽ കിടന്ന ആ പാത്രത്തിന്റെ ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ ആ പാത്രത്തിനരികിൽ എന്തോ ഒന്ന് തിളങ്ങുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ എടുത്തു നോക്കി. അതൊരു സ്വർണ്ണ കാശായിരുന്നു. എനിക്ക് എന്റെ സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്തുമാത്രം ഭീകര കാഴ്ചകളാണ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ആ കാഴ്ചകളൊക്കെ ഈ സ്വർണ്ണക്കാശ് കണ്ടപ്പോ മൊത്തത്തിലങ്ങ് മറന്നുപോയി. ഇതോടുകൂടി എന്റെ കഷ്ടപ്പാടുകളെല്ലാം എന്നെ വിട്ട് അകന്നു പോകും. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കല്യാണം, ഇഷ്ടപ്പെട്ട വീട്, കാറ് എല്ലാം എനിക്ക് ലഭിക്കും. എന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ തിരിച്ച് എന്റെ വീട്ടിലേക്ക് വന്നു. പിറ്റേ ദിവസവും അങ്ങനെ തന്നെ സംഭവിച്ചു. ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഒരു കാര്യം തോന്നിക്കൊണ്ടേയിരുന്നു. ആ പാത്രത്തിലുള്ള തുണി എടുത്തു മാറ്റി അതിനകത്ത് എന്താ വെച്ചിരിക്കുന്നതെന്ന് നോക്കണം. പിന്നെ ഞാൻ ആലോചിച്ചു, നമുക്ക് കിട്ടുന്ന മാമ്പഴം കഴിച്ചാൽ പോരെ, അല്ലാതെ ആ മാവിൽ എന്തുമാത്രം മാങ്ങയുണ്ടെന്ന് എണ്ണേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ 3 ദിവസം കൊണ്ട് എന്റെ കയ്യിൽ വിലയേറിയ 3 സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ചു. അങ്ങനെ 4ാമത്തെ രാത്രിയിൽ മനസ്സിൽ നിറയെ അത്യാഗ്രഹവുമായിട്ട് ഞാൻ ആ സ്ഥലത്തേക്ക് ചെന്നു. അന്നത്തെ ദിവസം അവിടെ
പതിവ് പോലുള്ള കാര്യങ്ങൾ തന്നെയാണ് നടന്നത്. പക്ഷെ ആ പ്രേതങ്ങൾ മാത്രം വേറെ എന്തൊക്കെയോ സംസാരിച്ചു. ഓടിക്കോ രാജൻ, ഓടിക്കോ രാജൻ, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലുന്നതാണ്. ഞാൻ ആ പ്രേതങ്ങളൊന്നും പറയുന്നത് കേൾക്കാതെ മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരുന്നു. ആ സമയം അഘോരി അവിടെ ഉണ്ടായിരുന്ന ആ 3 കുഴികളും മാന്തിക്കൊണ്ടിരുന്നു. അതായത് ഞാൻ പാത്രം വെച്ച് മണ്ണിട്ട് മൂടിയ ആ കുഴികളാണ് അയാൾ വീണ്ടും തുറന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഓരോ കുഴിയിൽ നിന്നും ആ പാത്രങ്ങൾ എടുത്ത് പുറത്തു വെച്ചു. എന്നിട്ട് അതിന്റെ മുകളിൽ നിന്നും തുണി എടുത്ത് മാറ്റി. ആ കാഴ്ച കണ്ടപ്പോൾ പേടിച്ചെന്റെ ശ്വാസം നിന്നുപോയി. പേടിച്ചേരണ്ട് എന്റെ കണ്ണുകൾ പുറത്തേക്ക് വന്നു. അതുപോലെ എന്റെ ഹൃദയവും ശക്തമായ രീതിയിൽ പടപടാന്ന് മിടിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 3 രാത്രികളായി ഞാൻ പാത്രങ്ങളിൽ ഈ അഘോരിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തത് ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട മനുഷ്യരുടെ തലകളായിരുന്നു. നീ എന്താണ് നോക്കുന്നത്? നിന്റെ കണ്ണുകൾ അടയ്ക്കേ. ഞാൻ പറയുന്നത് വരെയും നീ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കെ. അത് കേട്ടപ്പോൾ ഞാൻ പേടിച്ച് കണ്ണുകൾ അടച്ചു. പക്ഷെ ഞാൻ ശരിക്കും പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അഘോരി എന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അയാൾ കത്തി ഉയർത്തി ഇങ്ങനെ പറഞ്ഞു, മാർക്കായെ ഈ ബലി സ്വീകരിച്ചാലും. അത് കേട്ടപ്പോൾ ഞാൻ എന്റെ കണ്ണുകൾ തുറന്നു. അപ്പോൾ അയാൾ എന്റെ കഴുത്ത് വെട്ടാനായി കത്തി ഉയർത്തി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. എന്റെ ജീവൻ രക്ഷിക്കാനായി ഞാൻ എന്റെ കൈകൾ ഉയർത്തി അത് തടയാൻ ശ്രമിച്ചു. അങ്ങനെ എന്റെ കഴുത്തിൽ കത്തി കൊള്ളാതെ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ആ കത്തി കൊണ്ട് എന്റെ കയ്യിലെ 4 വിരലുകൾ മുറിഞ്ഞുപോയി. എടാ വിഡ്ഢി, നീ എന്താണ് കാണിച്ചത്? എന്റെ തപസ് നീ നശിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് ആ 2 പ്രേതങ്ങളും കണ്ടോ, അഘോരിയുടെ അടുത്തേക്ക് വന്നു. മരണത്തിന്റെ ദേവന് ബലി വേണമത്രേ, ബലി വേണമെന്ന്. എന്നിട്ട് അവർ 2 പേരും കൂടി ആ അഘോരിയുടെ കഴുത്ത് ഞെരിച്ച് അയാളെ കൊന്നുകളഞ്ഞു. അതിനുശേഷം ആ പ്രേതങ്ങൾ 2ഉം എന്നെ ലക്ഷ്യമാക്കി വന്നു. അത് കണ്ട് പേടിച്ച് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതിരുന്നു. ഒരു വിധത്തിൽ അവിടുന്ന് എഴുന്നേറ്റ് ഞാൻ ഒരു ഭ്രാന്തനെ പോലെ എന്റെ വീട് ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടേയിരുന്നു. അഘോരിക്ക് പൂജ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആ പ്രേതങ്ങൾ ഒരു ശാപം പോലെ എന്റെ പിന്നാലെ അലയാൻ തുടങ്ങി. വീടിനുള്ളിലെത്തിയ ഞാൻ എന്നോട് തന്നെ ഒരു പ്രതിജ്ഞ ചെയ്തു, ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കുറുക്കുവഴികൾ തേടി പോവില്ല എന്ന്. എന്തായാലും ആ 3 സ്വർണ്ണ നാണയങ്ങൾ എന്റെ ദാരിദ്ര്യത്തെ മൊത്തത്തിൽ മാറ്റിത്തന്നു. പക്ഷെ എല്ലാ ദിവസവും രാത്രിയിൽ ആ 2 പ്രേതങ്ങളുടെയും അട്ടഹാസങ്ങൾ എന്റെ ചെവിയിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവരെന്നോട് ഇങ്ങനെ പറയും, മാർക്കാദേവന് ബലി വേണം, മാർക്കാദേവന് ബലി വേണം.